ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആൻഡ് നിങ്ങൾ എങ്ങനെ S7 അല്ലെങ്കിൽ S8 അല്ലെങ്കിൽ S7ലേക്ക് കയറാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. കാര്യം നിങ്ങൾക്ക് S7ലാണ് നിങ്ങളുടെ ക്യാമ്പസുകളിൽ പ്ലേസ്മെൻറ്റ് ആക്ച്വലി സ്റ്റാർട്ട് ആകുക. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ നമുക്ക് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ നമുക്ക് ഈ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാം. ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഈ പ്ലേസ്മെൻ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു പാറ്റേൺ രീതിയാണെങ്കിൽ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ അല്ല, ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂവിലോട്ടല്ല നിങ്ങൾ പ്ലേസ്മെൻറ്റിൽ പോകുന്നത്. പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് പ്ലേസ്മെൻറ്റ് ഒരു കമ്പനി നിങ്ങളുടെ കോളേജിൽ വന്ന് പ്ലേസ്മെൻറ്റിന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി അത് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് നടക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് നിങ്ങളുടെ ക്യാമ്പസിൽ ഏകദേശം ഒരു 90 സ്റ്റുഡൻസോളം ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു CSE ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം 90 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ 90 പേരും പ്ലേസ്ഡ് ആകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 3 പേരെ ആയിരിക്കും കമ്പനീസിന് ആക്ച്വലി വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ പാനലിലോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ടെസ്റ്റ് ഉണ്ടാവും കമ്പനിയുടെ ഭാഗത്തുനിന്ന്. സോ ആ ടെസ്റ്റ് പാസ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മേ ബി ചിലപ്പോൾ GD അല്ലെങ്കിൽ അതായത് ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആൻഡ് അതിന് ലാസ്റ്റ് റൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എങ്ങനെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഒരു ഇൻ്റർവ്യൂ പാനലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ 2 കടമ്പ നിങ്ങൾ കടക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ടെസ്റ്റാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പറ്റിറ്റീവ് കോഡിംഗ് ടെസ്റ്റ്. അതായത് ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് കോഡിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഒരു ജനറൽ നിങ്ങളുടെ ലോജിക്കൽ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പഠിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് അതിനുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ആക്ച്വലി ടൈം വർക്ക്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, നമ്പർ സീരീസ്, പസിൽസ്, അതുപോലെ ലോജിക്കൽ ഡിഡക്ഷൻ ആൻഡ് പാറ്റേൺ റെക്കഗ്നിഷൻ. കാര്യം ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടോപ്പിക്സ്. അതായത് എല്ലാ കമ്പനീസും ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ല ഇതിൽ കൂടുതൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്കെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വീക്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സ്കിൽ സെറ്റുകളാണ്. അതായത് സ്കിൽ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാനുള്ള അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൽ എന്ത് ചെയ്യും, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് നിങ്ങൾ ആ ഒരു പാറ്റേൺ അനലൈസ് ചെയ്ത് നിങ്ങളങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ഫിറ്റ് ആകണം. സോ അതിന് ടൈം വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം നാളെ തൊട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാര്യം കമ്പനീസ് എപ്പോൾ വരുമെന്നൊന്നും നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പോൾ നമ്മൾ യുദ്ധത്തിന് പോകാൻ നേരത്ത് കുറേ നാൾക്ക് മുന്നേ തന്നെ നമ്മൾ യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പരിശീലിച്ച് യുദ്ധം വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോവുക. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഇത് പ്രാക്ടീസിലൂടെ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ പ്രാക്ടീസിലൂടെ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്ച്വലി കോമ്പറ്റിറ്റീവ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മുടെ ബ്രെയിൻ ഇതിനനുസരിച്ച് അഡാപ്റ്റ് ആണ്. ഈ പാറ്റേണുകൾ കണ്ടറിയുകയെന്ന് വെച്ചാൽ ഇത് ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യവും ഈ കോമ്പറ്റിറ്റീവ് കോഡിംഗ് എന്ന് പറയുന്ന കാര്യം എന്താണ്, ഈ 2 കാര്യങ്ങളും ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളാണ്. ഇനി കോമ്പറ്റിറ്റീവ് കോഡിങ്ങിനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതെല്ലാം ഞാൻ ആക്ച്വലി പറഞ്ഞു തരാം. ആൻഡ് ഇപ്പോൾ ജനറലി ഞാനിത് പറയുകയാണ്, കോമ്പറ്റിറ്റീവ് കോഡിങ്ങിൽ നിങ്ങൾ ആക്ച്വലി പറഞ്ഞ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫോർമാറ്റുകൾ എങ്ങനെയാണത് ഡിസ്ക്രൈബ് ചെയ്യുക. കാര്യം നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം എന്തായിരിക്കണം ഇൻപുട്ട് കൊടുക്കേണ്ടത്, എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ നമുക്ക് അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ബട്ട് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണം. പൈത്തൺ ആണെങ്കിൽ പൈത്തൺ പഠിക്കണം, ജാവ ആണെങ്കിൽ പഠിക്കണം. കാര്യം ഈ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഈ കോമ്പറ്റിറ്റീവ് കോഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദെൻ ആ കോമ്പറ്റിറ്റീവ് കോഡിങ്ങിൽ നമ്മൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി അതുപോലെ മെമ്മറി യൂസേജൊക്കെ അനലൈസ് ചെയ്ത് വേണം നമ്മളൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനും കോഡ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ തരത്തിലേക്ക് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു സൊല്യൂഷൻ കൊടുക്കേണ്ടത്. റൈറ്റ്. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് പഠിക്കാൻ ഒരു വെബ്സൈറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം.
ബേസിക്കലി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇന്ത്യ ബിറ്റ്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ വെറബിൾ റീസണിങ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് പഠിച്ച് ഇതൊരു കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവിലുള്ള ഇനിഷ്യൽ ടെസ്റ്റ് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് പാസ് ഔട്ട് ആയി പോകാം. ഇതിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവിടെയും ചോദിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചൊരു പാറ്റേണുകൾ അനലൈസ് ചെയ്യാനും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് തരാവുന്ന വളരെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നൊരു സ്കിൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ കോമ്പറ്റേറ്റീവ് ലെവൽ കോഡിങ്ങിന് നമുക്ക് 3 പ്ലാറ്റ്ഫോംസാണ് ആക്ച്വലി ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോഡ് ഷെഫ്, രണ്ടാമത്തെ ഹാക്കറാങ്ക്, മൂന്നാമത്തെ ലീഡ് കോഡ്. ഈ കോഡ് ഷെഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് കോഡിങ് അറിയത്തേ ഇല്ലെങ്കിൽ നിങ്ങൾ കോഡ് ഷെഫിൽ നിന്ന് അതിന് തുടങ്ങുന്ന ഞാൻ പറയുള്ളൂ. കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പ്രോബ്ലംസ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോഡ് ഷെഫ്. അതിൽ കുറച്ച് പ്രാവീണ്യം അല്ലെങ്കിൽ അതിൽ കുറച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിയാന്നിട്ട് നിങ്ങൾക്ക് ഹാക്കർ റാങ്കിലേക്ക് പോകാം. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ലീഡ് കോഡ് ചെയ്യുന്നു. കാര്യം ലീഡ് കോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒട്ടുമിക്ക ഹയർ ലെവൽ കമ്പനികളിലെ ചോദ്യങ്ങളൊക്കെ വരുന്നത് ലീഡ് കോഡിലാണ്. കാര്യം ഞാൻ എന്തുകൊണ്ട് കോഡ് ഷെഫ് ആദ്യം ചൂസ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡ് കോഡിലൊക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റെപ്പ് നമ്മൾ കയറി വരിക. അപ്പോൾ കോഡ് ഷെഫ് ചെയ്യുക, ദെൻ ഹാക്കർ റാങ്ക് ട്രൈ ചെയ്യുക. അതിനുശേഷം മാത്രം ഇതൊക്കെ രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലീഡ് കോഡിൽ കയറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു SML വരുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു 1 വീക്കോ 2 വീക്കോ കൊണ്ട് നമുക്കിത് പ്രിപ്പറേഷൻസ് എടുത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് കൈൻഡ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ധാരാളം വിദ്യാർത്ഥികൾ ഔട്ട്സൈഡ് ദ കോളേജിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാക്കിൽ നല്ലൊരു ലെവലിലെത്തി നിൽക്കണമെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഞാനിവിടെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേ കാര്യം നിങ്ങൾക്കിപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കും ക്യാമ്പസുകൾ അല്ലെങ്കിൽ കോളേജ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ എടുത്ത് ചെയ്യുക ആൻഡ് ആ കോഴ്സൊക്കെ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഗിറ്റബ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഗിറ്റബിലൊക്കെ പ്രൊജക്റ്റ് ഇടുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചും കൂടി നല്ല ഇതിൽ വളർത്തി നല്ലൊരു ബേസ്മെൻറ്റൊക്കെ, അതായത് ഇതൊക്കെ ബേസ്മെൻറ്റാണ്. ഈ ബേസ്മെൻറ്റൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്കൊരു SML തന്നെ ഒരു ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റും. അങ്ങനെ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ S8ലും നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ജോബ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നില്ല. റൈറ്റ്, അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന മൂക്ക് കോഴ്സുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൂക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കയറി ട്രൈ ഔട്ട് ചെയ്യുക ആൻഡ് യു ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ജേർണി. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തോ, യാതൊരു പ്രശ്നം വിചാരിക്കേണ്ട. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് നമ്മുടെ വീഡിയോ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു, ഞാൻ പറഞ്ഞു തരാം. കാര്യം ഞാൻ ആ സമയത്ത് പ്രിപ്പയർ ചെയ്തതായിരുന്നു. ആൻഡ് ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.